സംഖ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. ഞാൻ ഒരു സംഖ്യയാണെങ്കിൽ ഒരിക്കലും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് ഇറങ്ങാൻ പറ്റില്ല. ധനുവച്ചപുരം IT പഠിച്ചത്. ധനുവച്ചപുരം IT എന്ന് പറഞ്ഞാൽ SFIയുടെ കോട്ടയാണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നതും കൊടി പിടിച്ചിട്ടുള്ളത് SFIയിലാണ്. അപ്പം അതുമല്ലാതെ ഞാൻ ഈ വണ്ടി ഓട്ടിക്കുന്നതിലും എൻ്റെ ഡ്രൈവിംഗ് ഫീൽഡിൽ നോക്കാം. CIT യൂണിയൻ്റെ കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ CIT യൂണിയനാണ്. CIT ഇതാ എഴുതിയിട്ടുണ്ട്, CIT. അപ്പോൾ ഞാൻ ഏത് പാർട്ടിയാണ്? സംഖ്യയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ സാറ് വരുന്നുണ്ട് ചാക്കയിൽ, മറ്റേ ഉദ്ഘാടനം ഡ്രൈവ്. ഭയങ്കര സപ്പോർട്ട് യദുവിനും KSRTCക്കുമായിരുന്നു. പക്ഷേ അത് വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, മന്ത്രിയോ MLA എന്തോ ആണ് 715 രൂപയ്ക്ക് ബംഗാളി വെച്ച് ചെയ്യിപ്പിക്കും. ഞാൻ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ അറിയാമോ? മേയർ. അറിയാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞ ഒരു യദുവിനെ അറിയാമോ? നമ്മളിപ്പോൾ ഉള്ളത് യദുവിൻ്റെ വീട്ടിലാണ്. യദുവിന് എല്ലാവർക്കും പരിചയം കാണും. ഒരു വർഷം മുമ്പ് KSRTC ബസ്സിൽ തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടാവുകയും മേയറിൻ്റെ വാഹനം KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തുകയും അത് ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയും യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ല എന്ന് സമൂഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന CPMൻ്റെ ഒരു മേയർക്കെതിരെ അചഞ്ചലമായി നീതിക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ സസ്പെൻഷനിലാവുകയും ഒരു വർഷമായി ആ കേസിൻ്റെ അന്വേഷണം എങ്ങുമെത്താതാവുകയും നിരവധി തവണ ബന്ധപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിനോട് പോലും അന്വേഷിച്ചു, റിക്വസ്റ്റ് കൊടുത്തു, പല സമ്മർദ്ദങ്ങൾ ചെയ്തു നോക്കിയിട്ട് പോലും നീതി നടപ്പിലാകുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷമം യദുവിനുണ്ട്. ഇത് ഒരു വർഷമായിട്ട് 4 വയസ്സുള്ള കുഞ്ഞിനെയും അമ്മയും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിന് വലിയ പ്രയാസം അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. പല ജോലിക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന് അവിടെയുള്ള CPMൻ്റെ അപ്രമാദിത്യം കൊണ്ട്, അവരുടെ രാഷ്ട്രീയ കരുത്തുകൊണ്ട്, അവരുടെ മറ്റ് ഇടപെടലുകൾ കൊണ്ട് മറ്റ് ജോലികൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തെ ഈ കേസിൽ നിന്നും അദ്ദേഹം പിന്മാറി ആര്യ രാജേന്ദ്രന് ക്ലീൻ ചീറ്റ് കൊടുക്കണമെന്നും നിരപരാധിയായ യദു ഒരു കുറ്റവും ചെയ്യാതെ ആ എല്ലാ കുറ്റവും ഏറ്റെടുക്കണമെന്നും ഒക്കെ യദുവിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് എങ്ങനെയെങ്കിലും യദു ചെയ്തിട്ടില്ലാത്ത ആ കുറ്റം, യദുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കണമെന്ന് നിരവധി തവണ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും അതിനുവേണ്ടി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പോലും യഥാസമയം പോലീസ് കോടതിയിൽ കൊടുക്കുന്നില്ല എന്നുള്ളതുമാണ്. വലിയൊരു സാധാരണപ്പെട്ട മനുഷ്യന്, ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വലിയ രാഷ്ട്രീയ പിന്തുണയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഭരണകക്ഷിയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികളോ വന്ന് പാവപ്പെട്ട KSRTC ഡ്രൈവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാരുടെ മുകളിലേക്ക് അക്രമം കാണിക്കുകയും ആ അക്രമമാണ് ശരിയെന്ന് സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ പൊതുവ്യവസ്ഥയിലൂടെയും സ്ഥാപിച്ചെടുക്കാൻ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത് ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇത് തിരിച്ചറിയണം. യദുവിനോട് ചോദിക്കാം യദുവിൻ്റെ മറ്റ് കാര്യങ്ങൾ. ഏകദേശം ഈ ദിവസം കൂടെ 22-ാം തീയതി ആകുമ്പോൾ ഒരു വർഷമാകുന്നു എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട്. അപ്പോൾ ഇന്നേ വരെ ആയിട്ട് ആരും KSRTCന്നോ വേറെ ഒരിടത്തുനിന്നും എന്നെ വിളിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു ജോലിയുടെ കാര്യത്തിനോ ജോലി എന്താ എന്ന് പറഞ്ഞോ. ഗണേഷ് കുമാർ സാറിനെ കണ്ടു കൊടുത്തിട്ട് 22-ാം തീയതി, ഈ വരുന്ന 22-ാം തീയതി ആകുമ്പോൾ ഏകദേശം ഒരു വർഷം ജോലിയുടെ പറഞ്ഞു വിട്ടിട്ട് 10,000 രൂപ കൊടുത്ത് ഡെപ്പോസിറ്റ് കൊടുത്താണ് ജോലിക്ക് കയറിയത്. അപ്പോൾ എംപാനൽ തൊഴിലാളിയായിട്ടാണ് വർക്ക് ചെയ്തത്. ആ ദിവസം എന്തുവായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അന്ന് ഞാൻ വണ്ടി സൈഡ് കൊടുക്കാത്തതിൻ്റെ തർക്കമാണ്. പിന്നീടാണ് ഞാൻ അവിടെ പാളയത്ത് വെച്ച് വണ്ടി കൊണ്ടുവന്ന് ക്രോസിനിട്ട് പിന്നീട് തർക്കം രൂക്ഷമായപ്പോഴാണ് അവർ ഉടനെ ആംഗ്യത്തിലോട്ട് വരുന്നത്. ഗണേഷ് കുമാർ സാറിനെ അവിടെ വെച്ച് വിളിക്കുന്നു. ഗണേഷ് ചേട്ടാ, ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു KSRTC ഡ്രൈവർ എൻ്റെ വണ്ടിയെ തട്ടാൻ വന്നു, റാഷായിട്ട് ഓട്ടിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ആംഗ്യത്തിലോട്ട് വന്നത്. അപ്പോൾ അത് എനിക്കറിയത്തില്ല. ഇവർ നല്ല രീതിയിൽ ഇപ്പോഴും എന്നെ ഒരു ജോലിക്കായാലും പോയി കഴിഞ്ഞാൽ, ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലി തരൂല. ഇവർ വിളിച്ച് അവരെയൊക്കെ പറഞ്ഞ് അങ്ങനെ തിരുത്തേക്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെ മോനും അമ്മയും അച്ഛനുമാണ് വീട്ടിലുള്ളത്. അച്ഛന് 72 വയസ്സായി, അമ്മയ്ക്ക് 63, മോന് 7 വയസ്സ്. മോൻ്റെ 2.5 വയസ്സിലാണ് അവൻ്റെ അമ്മ ഇട്ടിട്ട് പോയത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇതേപോലെ വണ്ടി ഓടിയും പ്രൈവറ്റ് ബസ്സും KSRTCയും പിന്നെ ഊബർ പോലത്തെ ക്യാബ്സൊക്കെ ഓടിയാണ് ഇത്രയും വർഷം കാലം ഞാൻ അവനെ നോക്കിയത്. ഈ മോനൊരു
ഇത് ഒരു സ്കൂളിൽ, ചെറിയൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ അവൻ്റെ ഫീസ്, യൂണിഫോം എല്ലാത്തിനും കൂടെ ഈ മാസം 17,000 സ്കൂൾ ജോയിനിങ് ടൈമിൽ ഇനി ഓപ്പൺ ചെയ്യുന്നത് 16,000 രൂപ. 16,500 പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് പോലും എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഒരു ദിവസം പോയി, രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ ചെല്ലണ്ടെന്ന് പറയും. രാഷ്ട്രീയ സമ്മർദ്ദമാണ്. രാഷ്ട്രീയ സമ്മർദ്ദമായിരിക്കും. എൻ്റെ അടുത്ത് സ്ഥിരമായ ഒരു ജോലി നമുക്ക് കിട്ടുന്നില്ല. ഇത്രയും വർഷം ഞാൻ ഏകദേശം 2014 തൊട്ട് വണ്ടി ഓടുന്നു. 10 തൊട്ട് എൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട്. 10 തൊട്ട് ഞാൻ വണ്ടി ഓടുകയാണ്. അത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ തൊട്ട് ഈ വണ്ടി എന്നും സമരമായിരുന്നുകൊണ്ട്, അന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന എന്നും സമരമാകുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ബസ്സിൽ ലീവ് ഓടും. അങ്ങനെ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ട് അന്ന് തൊട്ട് വണ്ടി ഓടുകയാണ്. ഇന്നേ വരെ അന്ന് തൊട്ട് 2010 തൊട്ട് 2010 ഇപ്പോൾ 2025. ഞാൻ ഇതേപോലെ പരാതി 3 പ്രാവശ്യം ഗണേഷ് കുമാർ സാറിന് കൊടുത്തു. നേരിട്ടും വിവരാവകാശം വെച്ചും ഒരുപാട് പരാതി കൊടുത്തു. അതിൽ ലാസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട്, ഗണേഷ് കുമാർ സാറ് വരുന്നുണ്ട് ചാക്കയിൽ, മറ്റേ ഉദ്ഘാടനം, ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്, പെട്ടെന്ന് വന്നാൽ കാണാം, നേരിട്ട് കണ്ട് ചോദിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ യദുവാണ്. ഏത് യദുവാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, മറ്റേ സാറ് ഞാൻ എംപാനൽ ഡ്രൈവറാണ്, യദു അറിയത്തില്ലേ? അപ്പോൾ അറിഞ്ഞൂടല്ലോ. ഞാൻ പറഞ്ഞു, ആര്യ രാജേന്ദ്രൻ അറിയാമോ മേയർ? അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞ ഒരു യദുവിനെ അറിയാമോ? ഇപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പരാതി ഉണ്ടോയെന്ന് കേട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പരാതിയില്ല. ഞാൻ സാറ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി. സാർ അതിനെക്കുറിച്ചൊന്നും സാധാരണ എല്ലായിടത്തും പ്രതികരിക്കുന്ന സാറാണ്. ന്യായത്തിന് വേണ്ടിയിട്ട് സാധാരണ ഇത് ന്യായമാണ്, എൻ്റെ ഭാഗത്ത് ന്യായമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എല്ലാവരും KSRTCയുടെ നെഗറ്റീവ് പറയുമ്പോൾ എല്ലാ ജനങ്ങളും KSRTC സപ്പോർട്ട് ചെയ്ത് സത്യം പറഞ്ഞത് ഈ ഒരു കാര്യത്തിനാണ്. ജനങ്ങൾ ചീത്ത വിളിക്കാത്ത KSRTCയുടെ കൂടെ, ഡ്രൈവറിൻ്റെ കൂടെ നിന്നത് ജനങ്ങൾ, ഈ ലോകത്തെ ജനങ്ങളെല്ലാം കൂടെ നിന്നത് ഈ ഒരു കാര്യത്തിൽ. എന്നിട്ട് ഈ സാറ് മാത്രം കേട്ടില്ല. അപ്പം ഞാൻ പരാതി എഴുതി കൊടുക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റിൽ ഒരു കുട്ടിയുടെ നിന്ന് പേപ്പർ വാങ്ങിച്ച് എഴുതി കൊടുത്തു. അതും എൻ്റെ കൂടെ യാത്ര ചെയ്ത കുട്ടിയാണ്. ഞാൻ നിലമ്പൂർ വഴിക്കടവ് ലോങ് ഓടിയപ്പോൾ ഇവിടെ നിന്ന് ബസ്സിൽ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ വരെ ഉണ്ടായിരുന്നു. എനിക്കറിഞ്ഞ ഡ്രൈവറാണെന്നും ഷിഫ്റ്റിൻ്റെ ഡ്രൈവറാണ്, നല്ല കമ്പനിയാണ്, നല്ല കാര്യം പറഞ്ഞ് അങ്ങറ്റം വരെ വണ്ടി ഓടിക്കുന്നത് സംസാരിച്ചിരുന്നു. പിന്നീട് ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഷിഫ്റ്റിൻ്റെ ടെസ്റ്റിന് വന്നതാണ്, ഞാനൊരു ഡ്രൈവറാണ്, ചേട്ടൻ്റെ ഓട്ടിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കാണാം, തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അതിപ്പോഴും കാണുമ്പോൾ എൻ്റെ അടുത്ത് പരിചയമുണ്ട്. ആ കുട്ടിയാണ് ഈ പേപ്പർ കൊടുക്കുന്നത്. അന്ന് കൊടുത്തിട്ട് ഏകദേശം ഈ 22-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷം തികയാണ്. ശരിയാക്കി തരാം, റിപ്പോർട്ട് എഴുതി, നിങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ എഴുതി തന്നാൽ മതി, ശരിയാക്കാം, അതിന് നമ്മൾ തീരുമാനം ഉണ്ടാക്കാമെന്ന് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. സാധാരണ എല്ലായിടത്തും തീരുമാനം ഉണ്ടാക്കുന്ന ആളാണ്, പക്ഷേ ഇതിലൊരു തീരുമാനവുമില്ല. ഈ 10,000 രൂപയെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കടം വാങ്ങിച്ചത്, അതുപോലും തീർക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുകയാണ്. ജോലി ചെയ്യാൻ മര്യാദയ്ക്ക് വേറെ ഒരു ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചെന്നാൽ അതിനും സമ്മതിക്കില്ല, വേറെ പ്രഷറുകളൊക്കെ. ഈ KSRTCയുടെ എംപാനൽ ലിസ്റ്റിലുള്ളത് കൊണ്ട് വേറെ ജോലിക്ക് പോകാനും പറ്റത്തില്ല. അത് തന്നെ, ഡ്രൈവിംഗ് മേഖലയിൽ വേറെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പുറത്തേതെങ്കിലും ജോലിക്ക് പോയാൽ ഇവർ തടസ്സപ്പെടുത്തി ജോലി കളയാം. 10,000 രൂപയും തരൂല. നമ്മളെ ഈ കടം വാങ്ങിച്ചല്ലേ, നമ്മൾ ലക്ഷക്കണക്കിന് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, നിയമപരമായിട്ട് തടസ്സം ഉണ്ടാക്കി. എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ 715 രൂപയ്ക്ക് ഏതോ ഒരു മന്ത്രി ഇടയ്ക്ക് പറയുന്നതായിട്ട്, മന്ത്രിയോ MLA എന്തോ ആണ്, 715 രൂപയ്ക്ക് ബംഗാളി വെച്ച് ചെയ്യിപ്പിക്കും. അതായത് നമ്മൾ അത്രയ്ക്ക് തരം താത്തിയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ KSRTC എല്ലാവരും നല്ലത് പറഞ്ഞിട്ട് ഈ ഗണേഷ് കുമാർ സാർ മാത്രം ഇതുവരെയ്ക്കും ഒന്നും മിണ്ടിയിട്ടുമില്ല. എന്നെ ഒന്ന് വിളിച്ച് എന്താണ്, അല്ലെങ്കിൽ ഒരു ചേച്ചി ഇടയ്ക്ക് ബസ്സിൽ പ്രസവിച്ചിട്ട് കണ്ടക്ടറിനെ വിളിച്ച് അനുമോദിച്ചിരുന്നു, കണ്ടക്ടറിനെ ഡ്രൈവറിനെ അവസരോചിതമായി പെരുമാറിയെന്ന് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട്, റൂട്ട് ചേഞ്ചിൻ്റെ അതിന് നല്ലതെന്ന് എല്ലാവരും ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും വിളിച്ച് പറയും. പക്ഷേ ഈ ഒരു കേസിൽ ഇത്രയും സംഭവം നടന്ന് എല്ലാ കണ്ണുപൊട്ടന്മാർക്ക് വരെ കണ്ട ഈ വീഡിയോ ആണ്. ഈ വണ്ടി വരുന്നതും, ബസ് ഫ്രണ്ടിൽ പോകുന്നതും, കാറ് ബാക്കിൽ നിന്ന് ട്രേസ് ചെയ്ത് പോകുന്നതും, ഫ്രണ്ടിൽ സീബ്ര ക്രോസിൽ കൊണ്ടുവന്ന് എല്ലാം വീഡിയോയിൽ ജനങ്ങൾ കണ്ടതാണ്. പക്ഷേ ഈ വീഡിയോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിലേ കള്ളനായിട്ടാണ് ഇവർ പറയുന്നത്, വീഡിയോ ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ള അറിയാമല്ലോ. എന്നിട്ട് ഈ സാറ് എന്നെ വിളിച്ച് എന്താണ് വിഷയം എന്ന് വരെ ചോദിച്ചു. എല്ലാവരും KSRTCയെ നെഗറ്റീവ് പറയുമ്പോൾ യദുവിൻ്റെ വിഷയത്തിലാണ് പബ്ലിക്കിലെ മുഴുവൻ സപ്പോർട്ടും KSRTCക്ക് അനുകൂലമായത്.
കാരണം മറ്റൊന്നുമല്ല, അതേപോലെ ആയിരുന്നു മേയറുടെ കാറിൻ്റെ വരവും അവിടെയുള്ള ചേസിങ്ങും അവിടെ തടഞ്ഞു നിർത്തലും. അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് യദുവിനും KSRTCക്കുമായിരുന്നു. പക്ഷേ അത് വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഇരയാക്കപ്പെട്ട ആ നിഷ്കളങ്കനായ ഡ്രൈവറിനെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ഗണേഷ് കുമാറിൻ്റെ പേനകൾ കൂടി ചലിക്കുന്നു എന്നുള്ളതാണ്.